ഏറ്റവും ബഹുമാന്യനായ സച്ചിദാനന്ദ സ്വാമി നമ്മുടെ രാജ്യത്തിന് തന്നെ ആത്മീയ രംഗത്ത് ഏറെ സവിശേഷമായ പ്രത്യേകതകൾ പുലർത്തുന്ന വ്യക്തിത്വമാണ്. ശാന്തിഗിരി ആശ്രമവുമായി അഗാധമായ ബന്ധം സൂക്ഷിക്കുന്ന മഹനീയ വ്യക്തിയാണ് ഇന്ന് ശിവഗിരി ആശ്രമത്തിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന സച്ചിദാനന്ദ സ്വാമി. നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ലോക ഗുരു ഈ പ്രപഞ്ചത്തിന് സമർപ്പിച്ച ആത്മീയ മുത്തുകൾ ഈ ആശ്രമത്തിൽ നിന്നും എല്ലാ സ്ഥലങ്ങളിലേക്കും പ്രവഹിക്കൊണ്ടിരിക്കുന്നു. ലോകസമാധാനത്തിനായി ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്ത സർവമത സമ്മേളനം 1924 ഇവിടെ വെച്ച് നടക്കുകയുണ്ടായി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മഹാരഥന്മാരായ ആധ്യാത്മിക കുതുകികൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് ലോകത്തോട് സംസാരിച്ചു. ഒരുപക്ഷെ ഈ കേരളത്തിൽ ഇതം പ്രഥമമായി നടന്ന ആദ്യത്തെ ഒരു രാജ്യാന്തര മത സംവാദമായിരുന്നു യഥാർത്ഥത്തിൽ അത്. അന്ന് ഗുരു ഇവിടെ ആ സമ്മേളന വേദിയിൽ എഴുതി വെച്ചത് വാദിക്കാനും ജയിക്കാനുമല്ല, ഒരുമിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ സമ്മേളനമെന്നാണ്. അങ്ങനെ ആത്മീയ ഭൂപടത്തിൽ വളരെയേറെ ശ്രദ്ധ പതിയുന്ന ഒരു പുണ്യഭൂമിയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ലോകഗുരുവായ ശ്രീനാരായണ ഗുരുവിൻ്റെ കർമ്മം കൊണ്ട് പവിത്രമായ ഈ ഭൂമിയിൽ എത്തിച്ചേരുവാൻ സാധിച്ചത് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു. ഈ ആശ്രമത്തിലാണ് നവജ്യോതി ശ്രീ കരുണാകര ഗുരു തൻ്റെ ആത്മീയ അന്വേഷണത്തിൻ്റെ പാതയിൽ ആദ്യമായി തനിക്ക് 13 വയസ്സുള്ളപ്പോൾ 1940കളിൽ ഇവിടെ എത്തിച്ചേർന്നത്. നേരത്തെ നമ്മൾ സന്ദർശിച്ച ആഗമാനന്ദ ആശ്രമത്തിൽ ചെന്നപ്പോൾ അവിടെ വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. അവിടെ നിന്നും ഈ ആശ്രമത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. ആഗമാനന്ദ ആശ്രമത്തിൽ നിന്നും വരുന്ന സമയത്ത് എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷണ്ണനായി നിൽക്കുമ്പോൾ രണ്ടാളുകൾ ഈ പുഴയിൽ കുളിക്കുവാനായിട്ട് പോകുമ്പോൾ അവരിൽ നിന്നാണ് ഇവിടെ മറ്റൊരാശ്രമം ഉണ്ടെന്ന് മനസ്സിലാവുകയും അങ്ങനെ ഈ ആശ്രമത്തിൽ ഗുരു എത്തിച്ചേരുകയും ചെയ്തു. അന്ന് ഈ ആശ്രമത്തിൻ്റെ മഠാധിപതിയായിരുന്നത് ശങ്കരാനന്ദ സ്വാമികളായിരുന്നു. അദ്ദേഹത്തോടൊപ്പമാണ് ഗുരു തൻ്റെ ആശ്രമ ജീവിതം ആരംഭിച്ചത്. ശങ്കരാനന്ദ സ്വാമികളെ ഇവിടെ എവിടെ വെച്ചോ ആദ്യമായി കാണുന്ന സമയത്ത് എന്തിനായി വന്നു എന്ന് ചോദിച്ചപ്പോൾ ആശ്രമ ജീവിതത്തിനെന്ന് പറയുകയുണ്ടായി. അന്ന് കൂടെ ഉണ്ടായിരുന്ന സഹസന്യാസിമാരായ ഒരാൾ പറഞ്ഞു, ഇവിടെ അങ്ങനെ കുട്ടികളെ നിർത്തുന്ന ഒരു രീതിയില്ല, ഇവിടെ തന്നെ ആളുകൾ അധികമാണ്. ആ സമയത്ത് ഈ കുട്ടിയുടെ മുഖത്ത് നോക്കിയപ്പോൾ
ശങ്കരാനന്ദ സ്വാമികൾ പറഞ്ഞു, അവൻ ഇവിടെ നിൽക്കട്ടെ. ശങ്കരാനന്ദ സ്വാമിയുടെ പാചകക്കാരനായിട്ടാണ് ഇവിടെ നവജ്യോതി ശ്രീ കരുണാകര ഗുരു തൻ്റെ ആശ്രമ ജീവിതം ആരംഭിക്കും. 2 വർഷങ്ങൾ നിരന്തരമായ ത്യാഗജീവിതം ശ്രീനാരായണ ഗുരു എന്ന മഹാനുഭാവൻ്റെ ജീവിത ദർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടും സാംശീകരിച്ചുകൊണ്ടും സ്വജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിച്ചുകൊണ്ടും നിതാന്തമായ ഭക്തിയുടെ, ശ്രദ്ധയുടെ, ജാഗരൂകതയുടെ എല്ലാ തലങ്ങളെയും ചേർത്തണച്ചുകൊണ്ട് ഒരു സാധാരണക്കാരനായ ആളായി നവജ്യോതി ശ്രീ കരുണാകര ഗുരു ഇവിടെ തുടങ്ങി. പിന്നെ ശാന്തിക്കാരനായി ഇവിടുത്തെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ശങ്കരാനന്ദ സ്വാമികൾ ശിവഗിരിയിലേക്ക് പോയപ്പോൾ കരുണാകരൻ ശാന്തിയെ കൂടി ശിവഗിരിയിലേക്ക് കൊണ്ടുപോയി. ആ ചരിത്രം നിങ്ങൾക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഗുരുവിൻ്റെ സമാധി എന്ന് നമ്മൾ പറയാറില്ല. ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന ഈ ഘട്ടത്തിൽ ഗുരു സഞ്ചരിച്ച 25 സ്ഥലങ്ങൾ, ഗുരുവിൻ്റെ ജീവിതം പിച്ചവെച്ച, ഗുരുവിൻ്റെ കർമ്മങ്ങൾ കൊണ്ട് ധന്യമായ, ഗുരുവിൻ്റെ ജീവിതത്തിൻ്റെ പൂർത്തീകരണങ്ങൾ നടന്ന, ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ച, ഉൾക്കാഴ്ചയുണ്ടായ, അത് പിന്നീട് വികസിച്ച, പിന്നീട് സ്വന്തമായി ഒരു ആശ്രമം ആദ്യമായി തുടങ്ങിയ, അങ്ങനെയുള്ള ചരിത്രത്തിൻ്റെ ധർമ്മസ്ഥലികളിലേക്കുള്ള അനുസ്യൂതമായ ഒരു പുണ്യയാത്രയാണ് അവധൂതയാത്ര എന്ന പേരിൽ ശാന്തിഗിരി ആശ്രമം ഇവിടെ ഇന്ന് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനിടെയാണ് സ്വാമികളെ ഇവിടെ വെച്ച് ദർശിക്കുവാൻ സാധിച്ചത്. നമ്മൾ ആഗമാനന്ദാശ്രമത്തിൽ ചെന്ന സമയത്ത് നമുക്ക് മനസ്സിലായി, ഇന്ന് 1897 ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതിൻ്റെ വാർഷിക ദിനത്തിലാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. വളരെ യാദൃച്ഛികമാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിയ സമയത്ത് ശിവഗിരിയുടെ മഠാധിപതിയായ സ്വാമികൾ ഇവിടെ ആസനസ്ഥനായിരിക്കുന്നു. വളരെ വലിയ സന്തോഷവും കൃതാർത്ഥതയും പകരുന്ന ഒരു മുഹൂർത്തമാണ് ശാന്തിഗിരി ആശ്രമത്തെ സംബന്ധിച്ചിടത്തോളം. ശാന്തിഗിരി ആശ്രമം, ശിവഗിരി ആശ്രമവുമൊക്കെ രാജ്യത്തിൻ്റെ ആത്മീയ ഭൂപടത്തിൽ അനന്യമായ സംഭാവനകൾ നൽകുന്ന വലിയ ആത്മീയ പ്രസ്ഥാനങ്ങളാണ്. ശിവഗിരിയിൽ നിന്നുള്ള തുടക്കമാണ്. ശാന്തിഗിരി ആശ്രമത്തിലെ എല്ലാ പ്രാർത്ഥനകളും ആരാധനകളും സങ്കല്പങ്ങളും സങ്കീർത്തനങ്ങളും ഒക്കെ ശിവഗിരി ആശ്രമത്തിൻ്റെ പ്രാർത്ഥനകളുമായി ചേർന്ന് നിൽക്കുന്നു. ആരാധനകളും ഗുരുപൂജകളും ഒക്കെ ആ തരത്തിൽ തന്നെയാണ്, ആ പാത തന്നെയാണ് നമ്മളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ സന്യാസിനിമാരുടെയും ബ്രഹ്മചാരിണികളുടെയും ഇവിടെ വന്ന ഗുരുവിൻ്റെ ഗൃഹസ്ഥാശ്രമ ശിഷ്യന്മാരുടെയും സ്നേഹാദരങ്ങൾ ഈ അവസരത്തിൽ അങ്ങയിൽ സമർപ്പിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനകളും ആദരവുകളും നേരുന്നു. എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സന്യാസി സഹോദരന്മാരെ, സദ്വൃത്തരായ ഭക്തജനങ്ങളെ, ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഭാരവാഹികളെ, എല്ലാവർക്കും ആശംസാഭരിതമായ കൂപ്പുകൈ. അദ്വൈതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രണ്ടില്ലാത്തത് ഒന്ന് മാത്രം. ഒരേ ഒരു ഈശ്വര സത്യം. ആ ഈശ്വര സത്യമാണ് പലതായി പ്രകാശിക്കുന്നത്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്ന് ഉള്ളിലാകണം എന്ന് ഗുരുദേവൻ ദൈവദശകത്തിൽ നമുക്ക് നിർദ്ദേശം നൽകുന്നു.
ഒരേ ഒരു ആഴിയിൽ നിന്നും ഉണ്ടാകുന്ന നുരയും പതയും തിരയും എല്ലാം ആഴിയായിരിക്കുന്നത് പോലെ, വെള്ളമായിരിക്കുന്നത് പോലെ ദൈവത്തിൽ നിന്നും ഉണ്ടായതെല്ലാം ആ ദൈവസ്വരൂപം തന്നെ. ഈ അദ്വൈത സത്യത്തെ ഉറപ്പിച്ചുകൊണ്ടാണ് ഈ ആലുവയിൽ ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ചു. ഈ അദ്വൈതാശ്രമത്തിലാണ് ശിവഗിരി ഗുരുദേവൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്ന ദിവ്യശ്രീ ശങ്കരാനന്ദ സ്വാമികൾ ആശ്രമത്തിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് കഴിഞ്ഞതും, ആ കാലയളവിൽ ശ്രീ കരുണാകര ഗുരു ഇവിടെ ശാന്തിയായി സേവനം ചെയ്തതും, തുടർന്ന് അദ്ദേഹം ശിവഗിരിയിലും അരുവിപ്പുറത്തുമൊക്കെ സേവനം ചെയ്തതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. മാത്രമല്ല, ഞാൻ അടുത്ത കാലത്ത് നമ്മുടെ ഈ ഗുരുരത്നം സ്വാമി എഴുതിയ കരുണാകര ഗുരുവിൻ്റെ ഒരു ലഘു ജീവിത ചരിത്രം വായിക്കാനുള്ള സന്ദർഭവുമുണ്ട്. അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ 1979 ശാന്തിഗിരി ആശ്രമത്തിൽ വന്ന് ശ്രീ കരുണാകര ഗുരുവിനെ നേരിട്ട് കാണാനും അദ്ദേഹത്തോട് 2-3 മണിക്കൂർ നേരം ഇരുന്ന് സംസാരിക്കാനുമൊക്കെയുള്ള സന്ദർഭം ലഭിച്ചിട്ടൊരു വ്യക്തിയാണ് ഞാൻ. വേദാന്ത വിഷയങ്ങളെ സംബന്ധിച്ചും മറ്റ് ആധ്യാത്മികമായ വിഷയങ്ങളെക്കുറിച്ചും സംഘടനാപരമായ കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഞങ്ങളൊരു 2-3 മണിക്കൂർ നേരം സുദീർഘമായി സംസാരിക്കുകയാണ്. ഇന്ന് കാണുന്ന ശാന്തിഗിരി ആശ്രമം ഇല്ല, ചെറിയൊരു പർണശാലയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഗുരുദേവൻ്റെ ഒരു ചിത്രവും അവിടെ വെച്ച് വിളക്ക് കത്തിച്ചിരുന്നു. അതിനുശേഷം 1982 ഒരു പ്രാവശ്യം കൂടി ശാന്തിഗിരി ആശ്രമത്തിൽ ഞാൻ വരികയും കരുണാകര ഗുരുവിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആധ്യാത്മികമായി സ്വന്തമായൊരു മാർഗം വെട്ടിത്തെളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ശിഷ്യന്മാരെയും ഭക്തന്മാരെയും സൃഷ്ടിച്ചുകൊണ്ട് തനതായ ഒരു വ്യക്തി പ്രാഭവത്തോടു കൂടി പ്രവർത്തിച്ച ഒരു മഹാനാണ് കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ ചില ഉപദേശങ്ങളെയും ലഘു ഗ്രന്ഥങ്ങളെയും കാണാനും വായിക്കാനും സന്ദർഭമുണ്ടായിരുന്നു. സ്വയം സത്യസാക്ഷാത്കാരം നേടി ഉത്തമ അധികാരിയായി തീരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ മധ്യമനാകട്ടെ അധമനാകട്ടെ അവരെ സംബന്ധിച്ചൊരു സദ്ഗുരുവിനെ ശരണം പ്രാപിച്ച് ആ സദ്ഗുരു കാട്ടിത്തരുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണ് കരണീയമായിട്ടുള്ളത്. ഒന്നുകിൽ സ്വയം ബ്രഹ്മസത്യത്തെ കണ്ടെത്തണം, അതിന് സാധിക്കാതെ വരുമ്പോൾ ഒരു സദ്ഗുരുവിനെ ശരണം പ്രാപിക്കും. ആ സദ്ഗുരു കാട്ടിത്തരുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കും. നിങ്ങളെല്ലാവരും ശ്രീ കരുണാകര ഗുരുവിൻ്റെ ഉപദേശങ്ങളിൽ സമർപ്പണം ചെയ്യപ്പെട്ട് കഴിയുന്നവർ. അദ്ദേഹം തെളിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നേടിയെടുക്കുവാൻ സാധിക്കുമാറാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസ.
നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന പന്ഥാവിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ശാന്തി ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, ജീവിതം അർത്ഥപൂർണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ വാസ്തവത്തിൽ യാദൃശ്യമായിട്ട് വന്നതാണ്. കവാടത്തിൽ 1-2 ആളുകൾ നിൽക്കുന്ന കണ്ടപ്പോൾ ആരൊക്കെയോ ബ്രഹ്മചാരികൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്ന് ഞാൻ എൻ്റെ അടുത്തിരുന്നവരോട് പറഞ്ഞത്. അവർ പറഞ്ഞു, സ്വാമി ബ്രഹ്മചാരികളല്ല, അവർ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഡിവോട്ടീസാണ്. അപ്പോൾ കാറ് മുന്നോട്ട് വന്നപ്പോൾ നിങ്ങളെല്ലാവരെയും കാണാനുള്ള സന്ദർഭമായി. നിങ്ങളെല്ലാവരും ആരും അദ്വൈതാശ്രമത്തിൽ എത്തിച്ചേർന്നതിൽ അദ്വൈതാശ്രമത്തിൻ്റെ എല്ലാവിധമായ സന്തോഷവും സ്നേഹവും ആദരവും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഗുരുത്വപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമോ.